ഇപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു ഫോൺ എടുക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ 10,000 രൂപയ്ക്ക് താഴെ അവരുടെ അധികം നല്ല ഫോണുകൾ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പം സാംസങ് F04 അതുപോലെ തന്നെ M04 എന്നീ ഫോണുകളുടെ വില കുറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ഫോണുകളും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഇപ്പം ഒന്ന് ഫ്ലിപ്കാർട്ടിലാണ് വെക്കുന്നത്, മറ്റേത് ആമസോണിലാണ് വെക്കുന്നത് എന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇപ്പം ഈ ഫോണുകളുടെ വില കുറഞ്ഞിട്ട് 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണുകൾ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD റെസൊല്യൂഷൻ വരുന്നില്ല. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ അത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. PLS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 60 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സാണ് വരുന്നത്. പക്ഷേ വിലയും അതിനനുസരിച്ചിട്ട് 6,500 രൂപയെ വരുന്നുള്ളൂ. ഇതിലും കൂടുതലൊന്നും നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാനും പറ്റില്ല. ഈ പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മീഡിയാടെക്കിൻ്റെ helio P35 എന്നുള്ള പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പുതിയ പ്രോസസ്സറൊന്നുമല്ല, അത്യാവശ്യം പഴയ പ്രോസസ്സറാണ്. പക്ഷേ എന്നാലും വില 6,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഇറക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പഴയ പ്രോസസ്സറാണ് എന്നുണ്ടെങ്കിലും പിന്നെ 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഫോണുകളിൽ 4 GB റാം വരുന്നുണ്ട്. അതുപോലെ തന്നെ 64 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങളും എടുത്തു വരേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സാധാരണ 3 GB റാമും 32 GB ഇൻറ്റേർണലൊക്കെയാണ് കിട്ടാറ്. അപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഫോണിൽ തന്നെ നമുക്ക് 4 GB റാമും 64 GB ഇൻറ്റേർണലൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ റാം പ്ലസ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 4 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പക്ഷേ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഫോണിൻ്റെ പിന്നിൽ കൊടുത്തിട്ടുണ്ട്. 13 MP f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 2 MP ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 5 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഓൺ പേപ്പർ തിരക്കേടില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. Type-C ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 9.1 mm ആണ്. അപ്പം അധികം വെയിറ്റും തിക്നെസ്സൊന്നും കൂടുതലില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളിലൊക്കെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരാത്തത് ഞാൻ വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയില്ല. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് 6,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു ഈ ഫോണിൻ്റെ 4 GB റാം 64 GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 6,499 രൂപയാണ്. അതുപോലെ തന്നെ ഒരു 4 GB റാം 128 GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. അതിൻ്റെ വില വരുന്നത് 7,499 രൂപയാണ്. അപ്പോൾ 7,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ നമുക്ക് 128 GB ഇൻറ്റേർണലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് 128 GB ഇൻറ്റേർണൽ വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു വെർഷൻ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് 6,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇല്ല എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്ര നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ മറ്റ് ബ്രാൻഡുകളുടെ ഫോണുകൾ നോക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. എന്തായാലും ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.